ഞാൻ എൻ്റെ ഉടുപ്പി പിടിച്ച് വലിക്കണേ, എന്തിനാ കയ്യണേ? ബയ്യ ബയ്യ അയ്യേ ബയ്യ ഡ്രസ്സ്. ഒരാൾ പുറകിൽ സ്കേർട്ടിൽ പിടിച്ച് വലിക്കണു, ഒരാൾ ഫ്രണ്ട്. ഇതാ ഒരാൾ പുറകോട്ട് തള്ളുക. കറണ്ട് പോയി ഇവിടെ. ഒരാൾ പുറകോട്ട് തള്ളണു. എന്താണ് ഇവിടെ ഷെൽഫ് തുറന്നിട്ട് ഇവിടെ എന്താ വേണ്ടേ കുട്ടിക്ക്? ഒരാൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി കരയണം. ഇപ്പം ഞാൻ ആരെ പരിഭവം തീർക്കും? എന്താണ് എന്താണ് പോയോ? എന്താണ് കുഞ്ഞുങ്ങൾക്ക്? കരണ്ട് പോയിട്ട് എന്തിനാ ഇങ്ങനെ കരയണേ? മോനെ കരണ്ട് പോയിടി. കരണ്ട് പോയതാണ്, എന്ത് ചെയ്യാൻ പറ്റും? മഴക്കാലല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരണ്ട് പോവുകയാണ്. എന്ത് ഞാൻ ചെയ്യാ? വരും, കരണ്ട് വരും കേട്ടോ. കുറച്ച് ഞാൻ എന്നെ വലിച്ചോണ്ട് പോകണ്ട. എൻ്റെ ബനിയൻ എൻ്റെ സ്കേർട്ടാ. ശരി പോട്ടെ, പോട്ടെ. ഡ്രസ്സൊക്കെ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഓ ഓക്കെ ഓക്കെ. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലേ. പക്ഷെ മോനെ സ്വിച്ച് ഇടാത്തോണ്ടല്ല, മോനെ കരണ്ടില്ലടാ കുഞ്ഞാ. കരണ്ടില്ല പൊന്നെ, കരണ്ട് പോയതാണ്. ഇതിപ്പോ നീക്കിട്ടിട്ടിപ്പോ എന്താ കാര്യം? കരണ്ട് പോയതാണെന്ന് എങ്ങനെയാണ് ഞാൻ ഇതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? മോനെ കരണ്ട് പോയതാണ്. ഇവിടെ കുഴപ്പമില്ല, ഒരാൾ കിടക്കണം, അഴിച്ചു കിടക്കണം. നോക്ക് കരണ്ട് പോയിട്ട് കൂളായിട്ട്. അച്ചിപ്പ എന്താ അച്ചിപ്പക്ക് ഒരു കുഴപ്പമില്ലല്ലോ അച്ചിപ്പ? കണ്ടുപോയാടി, കണ്ടുപോയാ? കരണ്ട് പോയതാണ്. വരൂ, കരണ്ട് വരൂ കേട്ടോ. നമ്മ വീശുണ്ടല്ലോ, വീഴും. കുഞ്ഞാ നോക്ക്, അമ്മ ഇവിടെ സ്വിച്ച് ഇട്ടാലും ഇത് നോക്ക് എന്താ കത്തില്ല, കരണ്ടില്ല പൊന്നാ. എടാ കരണ്ട് പോയിടാ. അവനിടണം. നോക്കുകയാണ്, ഫാൻ ഇറങ്ങണില്ല. കരണ്ട് പോയേ. ശമ്പളം വരുന്നേ. കരണ്ട് പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താ ചെയ്യേണ്ടത് കരണ്ട് പോയേന്? പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഭാഗ്യത്തിനിപ്പം ഒരാൾ മാത്രമേ ഇപ്പോൾ കരയുന്നുള്ളൂ. രണ്ടുപേരും കൂടെ കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തേനെ? മുമ്പ് അങ്ങനെയായിരുന്നു. മുമ്പ് കരണ്ട് പോയാൽ രണ്ടുപേരും കൂടെ കരച്ചിലായിരുന്നു. ബച്ചുവാ പൊന്നുവാലി, അവളച്ചോരി ആര് പൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണവും ഇതൊക്കെ തന്നെയാണ്. സ്റ്റോറി ഇട്ടപ്പോൾ ഒരു 50 പേര് റെസ്പോണ്ട് ചെയ്തു. കുഞ്ഞു പ്ലീസ് ഞാൻ വീഡിയോ ചെയ്യാം. 50 പേര് റെസ്പോണ്ട് ചെയ്തു അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് കണ്ടോ, കരണ്ട് പോയാൽ കരയുന്ന ആൾക്കാർ, കരണ്ട് പോയി എന്ന് പോലും പറഞ്ഞാൽ മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട്. അത് ഒരാളല്ല, 2 പേര്. അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എൻ്റെ എക്സാമിന് ഒന്നും കൂടി ബാക്കിയുണ്ട്. അപ്പം ആ എക്സാം കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ജൂൺ ലാസ്റ്റ്, അതായത് ഒരു 26 മുതൽ നന്നായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണം. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പേജൊക്കെ ആകെ ഡൗൺ ആണ്. വീഡിയോസ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. കാരണം ഇത് കണ്ടോ ആ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടി ഞാൻ ഒരിക്കലും ഹെൽത്തി എന്ന് പറയില്ല. അൺഹെൽത്തി ആയിട്ടൊരു സാധനം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവർ കഴിക്കണം എന്നില്ലല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലാരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരുമ്പം അവരൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ കൂടുതൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരാണ് കുഞ്ഞുങ്ങൾ. മഴ പുറത്ത് മഴ. അയ്യോ
മഴ മഴ കുട കുട മഴ വന്നാ പൊപ്പിക്കുടാ. കറണ്ട് പോയിട്ട് മഴ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മഴ കണ്ടിരുന്നോളൂ. രാത്രിയാണെങ്കിൽ ഞാൻ പെട്ടേനെ. എന്തായാലും കറണ്ട് ഇല്ലാത്തത് നന്നായി. മഴ അല്ല, കറണ്ട് പോയിട്ട് മഴ പെയ്ത്. അയ്യോ എൻ്റെ ഡ്രസ്സുകൾ അച്ചോ എല്ലാം നനഞ്ഞു, എല്ലാം നനഞ്ഞു. എല്ലാം നനഞ്ഞു. ഇനി എടുക്കണ്ട, എൻ്റെ ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞു. വലിയ കാര്യത്തിന് മഴ വർണ്ണിച്ചോണ്ടിരുന്നതോ, വീഡിയോ എടുത്തോണ്ടിരുന്നതോ മഴേനെ കുറിച്ച്. എൻ്റെ ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് എനിക്ക് ബെഡ്ഷീറ്റ് ഒന്നും ഇല്ല, ഒന്നും ഉണങ്ങണില്ല. അപ്പോൾ ഇവരുടെ കരച്ചില് മാറിയ സന്തോഷവും മഴ കണ്ട സന്തോഷവും മഴേനെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നതാ. നനഞ്ഞു. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഡ്രയറിലിട്ട് വേണം ഉണക്കാൻ. എന്തൊക്കെ അവസ്ഥകളാ. പുറത്ത് ഇറങ്ങിയ ഇതാണ് പരിപാടി. കുഞ്ഞു കയറാത്ത, നീ പുറത്തിറങ്ങിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങണത്. എൻ്റെ പൊന്നു കുഞ്ഞകത്ത് കയറ്, അടിയിട്ടുണ്ടേന്ന്. കയറിക്കോ, വാ ഇങ്ങട് കയറ്. ഡ്രസ്സ് ഇടാണ്ട് ഇറങ്ങി കയറാത്തേറ്. അച്ചുനോ, അച്ചുവിടാ, അച്ചു അത്തേറ്, അച്ചു അത്തേറ്, ആത്തേറ്. ബാ 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 ബാ. അല്ലുമാ കച്ചിൽ പോയാ? കറണ്ട് പോയ? എൻ്റെ കരച്ചിലൊക്കെ മാറിയാ? ശങ്കടം തീർന്നാ? കുഞ്ഞു ഞാൻ അതൊക്കെ ചവിട്ടി അകത്തോട്ട് കയറ്റില്ല. കുഞ്ഞു പ്ലീസ്, കുഞ്ഞു അകത്ത് കയറ്. കുഞ്ഞു ഞാൻ അപ്പോൾ ഡോറടിക്ക് അകത്തിട്ടിട്ട് കേട്ടോ. ബാത്തേറ്, അകത്ത് കയറ്. ആ ആ